നമസ്കാരം. തൃശൂർ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാംദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. അവധിക്കാല സ്പെഷ്യൽ ട്രെയിനുകൾ അപര്യാപ്തം. ദീർഘദൂര ട്രെയിൻ ടിക്കറ്റുകൾ ലഭിക്കാതെ യാത്രക്കാർ ദുരിതത്തിൽ. ഫ്ലക്സ് ബോർഡുകൾക്കും പെരുമാറ്റച്ചട്ടം വേണമെന്ന ആവശ്യം ശക്തം. ബോർഡ് വെക്കുന്നവർ തന്നെ ആവശ്യം കഴിഞ്ഞാൽ ഇവ നീക്കം ചെയ്യണമെന്ന വ്യവസ്ഥ സർക്കാർ തന്നെ കാറ്റിൽ പറത്തുകയാണെന്ന് ആക്ഷേപം. പാലിയേക്കര ടോൾ പ്ലാസയിൽ വീണ്ടും കരാർ ലംഘനം പതിവായി. ഡിവൈഎസ്പിയുടെ നിർദ്ദേശങ്ങൾ ടോൾ കമ്പനി അധികൃതർ അവഗണിക്കുന്നു. കോഴിക്ക് പുറമെ മത്സ്യവിപണിയിലും വിലക്കയറ്റം. മത്സ്യത്തിന്റെയും കോഴിയുടെയും വരവ് കുറഞ്ഞതും ആവശ്യങ്ങൾ വർദ്ധിച്ചതുമാണ് വിലക്കയറ്റത്തിന് കാരണം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. അവധിക്കാല സ്പെഷ്യൽ ട്രെയിനുകൾ അപര്യാപ്തം. ദീർഘദൂര ട്രെയിൻ ടിക്കറ്റുകൾ ലഭിക്കാനില്ല. യാത്രക്കാർ ദുരിതത്തിൽ. ദീർഘദൂര ട്രെയിൻ യാത്രാ ടിക്കറ്റ് ലഭ്യമല്ലാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത്. ചെന്നൈ, ബാംഗ്ലൂർ എന്നീ നഗരങ്ങളിലേക്കും ഉത്തരേന്ത്യൻ നഗരങ്ങളിലേക്കും ട്രെയിൻ ടിക്കറ്റ് ലഭിക്കണമെങ്കിൽ ആഴ്ചകൾ കാത്തിരിക്കണം. ഇപ്പോൾ 4 മാസം മുമ്പേ റിസർവേഷൻ ചെയ്യാമെന്നതിലൂടെ സീറ്റുകൾ ഏറെ നാൾ മുമ്പേ ബുക്ക് ചെയ്യുകയാണ്. അവധിക്കാല സ്പെഷ്യൽ ട്രെയിനുകൾ ആവശ്യത്തിന് അനുവദിച്ചിട്ടുമില്ല. തൽക്കാൽ സംവിധാനത്തിലൂടെ ടിക്കറ്റ് എടുക്കാൻ ഇരട്ടി തുക നൽകണം. മാത്രമല്ല, ഇത് ലഭ്യമാകുമെന്ന് ഉറപ്പുമില്ല. ടിക്കറ്റ് ലോബികൾ ഇപ്പോഴും സജീവമാണ്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് ദിവസവും ട്രെയിൻ സർവീസില്ല. നിലവിലുള്ള സർവീസുകളിൽ ഉത്തരേന്ത്യൻ തൊഴിലാളികളുടെ അനിയന്ത്രിത തിരക്കാണ് അനുഭവപ്പെടുന്നത്. ട്രെയിൻ യാത്രയിൽ അസൌകര്യങ്ങളും ടിക്കറ്റ് ലഭ്യതക്കുറവും പതിവാകുമ്പോൾ ഇത് മുതലെടുക്കുന്നത് സ്വകാര്യ ബസ് കമ്പനികളാണ്. ചെന്നൈ, ബാംഗ്ലൂർ നഗരങ്ങളിലേക്ക് ആളുകൾ ഈ ബസ്സുകളിൽ യാത്ര ചെയ്യാൻ നിർബന്ധിതരാകുന്നു. കനത്ത ചാർജാണ് ഇവർ ഈടാക്കുന്നത്. ട്രെയിൻ യാത്രക്കാരുടെ എണ്ണത്തിലും വരുമാനത്തിലും സംസ്ഥാനത്ത് 3ാം സ്ഥാനമാണ് തൃശൂരിനുള്ളത്. എന്നാൽ യാത്രക്കാരുടെ പണത്തിൽ മാത്രം കണ്ണുവയ്ക്കുന്ന റെയിൽവേ ഇവർക്കുള്ള സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നില്ലെന്ന ആക്ഷേപം ശക്തമാവുകയാണ്. TCV, തൃശൂർ. ഫ്ലക്സ് ബോർഡുകൾക്കും പെരുമാറ്റച്ചട്ടം വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. ബോർഡ് വെക്കുന്നവർ തന്നെ ആവശ്യം കഴിഞ്ഞാൽ ഇവ നീക്കം ചെയ്യണമെന്ന വ്യവസ്ഥ സർക്കാർ തന്നെ കാറ്റിൽ പറത്തുകയാണ്. ദേശീയ ഗെയിംസ് കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും ഇതിനായി സ്ഥാപിച്ച ഫ്ലക്സ്, വിനൈൽ ബോർഡുകൾ നീക്കം ചെയ്യാൻ അധികാരികൾ തയ്യാറായിട്ടില്ല. വൈദ്യുതി പോസ്റ്റുകളിൽ വഴിനീളെ സ്ഥാപിച്ചിട്ടുള്ള ഇത്തരം ബോർഡുകൾ ഇപ്പോഴും നോക്കുകുത്തികളായി നിലകൊള്ളുകയാണ്. ദേശീയ ഗെയിംസിന്റെ ഭാഗമായി നടത്തിയ റൺ കേരള റണ്ണിന്റെയും പ്രചരണ ബോർഡുകൾ ഇപ്രകാരം പലയിടങ്ങളിലും ഉപയോഗശൂന്യമായ അവസ്ഥയിലുണ്ട്. ഫ്ലക്സ് നിരോധനം കൊണ്ടുവരികയും പിന്നീട് പിൻവലിക്കുകയും ചെയ്ത സർക്കാർ തന്നെ ഇക്കാര്യത്തിൽ വ്യവസ്ഥകൾ കാറ്റിൽ പറത്തുകയാണെന്നാണ് ആക്ഷേപം. വൈദ്യുതി പോസ്റ്റുകളിൽ അനുമതിയില്ലാതെ പരസ്യ ബോർഡുകൾ സ്ഥാപിക്കാൻ പാടില്ലെന്ന നിയമം കാറ്റിൽ പറത്തിയാണ് പലയിടങ്ങളിലും അനധികൃത പരസ്യ ബോർഡുകൾ സ്ഥാനം പിടിച്ചിട്ടുള്ളത്. കോർപ്പറേഷന്റെ അനുമതിയോടെ വൈദ്യുതി പോസ്റ്റുകളിലും സിഗ്നൽ പോസ്റ്റുകളിലും സ്ഥാനം പിടിച്ചിട്ടുള്ള പല പരസ്യ ബോർഡുകളും വാഹനയാത്രക്കാർക്കും കാൽനട യാത്രികർക്കും തടസ്സമാകുന്നതായും പരാതിയുണ്ട്. ഏതെങ്കിലും ഒരു പരിപാടിയുടെ പ്രചരണത്തിനായി സ്ഥാപിച്ച പരസ്യ ബോർഡുകൾ ചടങ്ങ് കഴിഞ്ഞാലും ബന്ധപ്പെട്ടവർ നീക്കം ചെയ്യാൻ തയ്യാറാകാറില്ല. ബോർഡ് ഉണങ്ങിദ്രവിച്ച് നശിച്ചുപോകും വരെ ഇതാരും തിരിഞ്ഞു നോക്കാറുമില്ല. ഇത്തരത്തിലുള്ള ബോർഡുകൾ മഴയിലും മറ്റും മറിഞ്ഞു വീഴുന്നതും പതിവാണ്. ആവശ്യം കഴിഞ്ഞാൽ ബോർഡ് നീക്കം ചെയ്യാനുള്ള മര്യാദ പാലിക്കാത്തതുപോലെ തന്നെ ഇവ സ്ഥാപിക്കുന്ന കാര്യത്തിലും സാമാന്യ മര്യാദ പുലർത്താൻ പലരും തയ്യാറാകാറില്ല. ഫുട്പാത്ത് കയ്യേറി ശക്തൻ സ്റ്റാൻഡിൽ സ്ഥാപിച്ചിട്ടുള്ള ഫ്ലക്സ് ബോർഡ് തന്നെ ഉദാഹരണം. ബോർഡിനടിയിലൂടെ കാൽനട യാത്രക്കാർ തലകുനിച്ച് വേണം അപ്പുറം കടക്കാൻ. വഴിയോരങ്ങളിലുള്ള തണൽ മരങ്ങളിൽ ആണിയടിച്ച് ബോർഡുകൾ തൂക്കുന്നതാണ് മറ്റൊരു ദുഷ്പ്രവണത. കാലങ്ങളായി യാത്രികർക്ക് തണൽ നൽകുന്ന മരങ്ങൾക്ക് ദയാവധം നൽകുന്ന നടപടിയാണെന്നറിഞ്ഞിട്ടും ഇത്തരം നടപടികൾ തുടരുക തന്നെയാണ്. നേരത്തെ തേക്കിൻകാട് മൈതാനത്തിനു ചുറ്റും ഫ്ലക്സ് മതിൽ സ്ഥാപിക്കുന്ന രീതിക്കെതിരെ കോർപ്പറേഷൻ ശക്തമായ നടപടി സ്വീകരിച്ചിരുന്നു. വടക്കുനാഥ ക്ഷേത്രം പോലും മറച്ചുകൊണ്ട് സ്ഥാപിക്കപ്പെട്ടിരുന്ന ഫ്ലക്സ് ബോർഡുകൾ കോർപ്പറേഷൻ നടപടിയിലൂടെ ഒഴിവാക്കിയതുപോലെ ഫ്ലക്സ് ബോർഡ് സ്ഥാപിക്കുന്നതിലും ആവശ്യം കഴിഞ്ഞാൽ നീക്കം ചെയ്യുന്നതിലും കൃത്യമായ പെരുമാറ്റച്ചട്ടം നടപ്പാക്കാൻ കോർപ്പറേഷൻ അധികാരികൾ തയ്യാറാകേണ്ടതുണ്ട്. ഫ്ലക്സ് ബോർഡ് സ്ഥാപിക്കുന്നതിലും മാന്യതയും സംസ്കാരവും പുലർത്തുന്ന നഗരമെന്ന ഖ്യാതി കൂടി സാംസ്കാരിക നഗരിക്ക് സ്വന്തമാക്കാം. TCV ന്യൂസ്, തൃശൂർ. പാലിയേക്കര ടോൾ പ്ലാസയിൽ 5 വാഹനങ്ങളിൽ കൂടുതൽ നിരയുണ്ടായാൽ ട്രാക്ക് തുറന്നുവിടണമെന്ന ചാലക്കുടി ഡിവൈഎസ്പിയുടെ നിർദ്ദേശം പാലിക്കുന്ന പോലീസുകാർക്ക് കമ്പനി അധികൃതരുടെ ഭീഷണി. കഴിഞ്ഞ ദിവസം വൈകിട്ട് പാലിയേക്കര ടോൾ പ്ലാസയിൽ തിരക്ക് കുറയ്ക്കുവാനായി ട്രാക്ക് തുറന്നുവിടാൻ പോലീസുകാർ ശ്രമിച്ചപ്പോഴാണ് കമ്പനി അധികൃതർ പോലീസുകാരെ ഭീഷണിപ്പെടുത്തിയത്. ടോൾ ഫ്രീയായി വാഹനങ്ങളെ കടത്തിവിട്ടാൽ കടന്നുപോകുന്ന വാഹനങ്ങളുടെ പണം പോലീസുകാർ തരണമെന്ന രീതിയിൽ ആക്ഷേപിക്കുകയും ചെയ്തു. വാഹനങ്ങളുടെ നീണ്ട നിര 1 മണിക്കൂറോളം അനുഭവപ്പെട്ടിട്ടും കമ്പനി അധികൃതർ വാഹനങ്ങളെ ടോൾ ഫ്രീയായി കടത്തിവിടാൻ ശ്രമിച്ചില്ല. ഇതിനിടെ തൃശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് രോഗിയെയും കൊണ്ടുപോയിരുന്ന ആംബുലൻസിന് കടന്നുപോകാൻ സാധിക്കാതെയായിട്ടും എമർജൻസി ട്രാക്ക് പോലും അധികൃതർ തുറന്നുകൊടുത്തില്ല.
പകരം എതിർദിശയിലൂടെ ആംബുലൻസ് കടത്തിവിട്ടപ്പോൾ ബൈക്കിലിടിച്ച് അപകടമുണ്ടായി. ഒല്ലൂർ എടക്കുന്നി പോട്ടയിൽ സാഗറിന് അപകടത്തിൽ പരിക്കേറ്റു. അപകടത്തിന് ശേഷം സംസ്ഥാന കശുവണ്ടി ബോർഡ് മാനേജിംഗ് ഡയറക്ടറുടെ ഔദ്യോഗിക വാഹനവും ടോൾ പ്ലാസയിൽ അധികൃതർ തടഞ്ഞിട്ടു. ഇതേ തുടർന്ന് എഡിജിപിയെ എംഡി ഫോണിൽ ബന്ധപ്പെട്ടു. ഇതേ തുടർന്ന് പുതുക്കാട് സിഐക്ക് എഡിജിപി നിർദ്ദേശം കൊടുത്തതിനു ശേഷം മാത്രമാണ് കമ്പനി അധികൃതർ വാഹനം കടത്തിവിടുവാൻ തയ്യാറായത്. 2 ദിവസം മുൻപ് ടോൾ പ്ലാസയിൽ 5 വാഹനങ്ങളിൽ കൂടുതൽ നിരയുണ്ടായാൽ തുറന്നുവിടണമെന്ന് ഡിവൈഎസ്പി നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഡിവൈഎസ്പിയുടെ നിർദ്ദേശങ്ങളൊന്നും തന്നെ പാലിക്കാൻ ടോൾ കമ്പനി അധികൃതർ തയ്യാറായിട്ടില്ല. കമ്പനിക്ക് സ്വന്തമായി ഒരു നിയമമുണ്ടെന്നും അതുമാത്രമേ ടോൾ പ്ലാസയിൽ നടപ്പിലാക്കൂ എന്ന ധാർഷ്ട്യമാണ് അധികൃതർക്ക്. കഴിഞ്ഞ ദിവസം ആംബുലൻസിനെ ടോൾ അധികൃതർ തെറ്റായ ദിശയിലൂടെ കടത്തിവിട്ട് അപകടമുണ്ടാക്കിയതിനെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് പുതുക്കാട് സിഐ എൻ മുരളീധരൻ അറിയിച്ചു. ടിസിവി ന്യൂസ്, പുതുക്കാട്. കോഴിക്ക് പുറമെ മത്സ്യവിപണിയിലും വിലക്കയറ്റം. മത്സ്യത്തിന്റെയും കോഴിയുടെയും വരവ് കുറഞ്ഞതും ആവശ്യങ്ങൾ വർദ്ധിച്ചതുമാണ് വിലക്കയറ്റത്തിന് കാരണം. തമിഴ്നാട്ടിൽ നിന്നുള്ള കോഴിയുടെ വരവ് കുറഞ്ഞതും പ്രാദേശികമായുള്ള ഫാമുകളിൽ കോഴിക്കൃഷി ഗണ്യമായി കുറഞ്ഞതും ഇറച്ചിക്കോഴികൾക്ക് വില കൂടുന്നതിന് കാരണമായിരുന്നു. 130 രൂപ വരെ ഇറച്ചിക്കോഴിക്ക് വില വർദ്ധിച്ചെങ്കിലും പിന്നീട് വില കുറയുകയായിരുന്നു. സീസണിന്റെ തുടക്കത്തിൽ 75 രൂപ മാത്രമുണ്ടായിരുന്ന കോഴിക്ക് 111 രൂപയാണ് നിലവിലെ മാർക്കറ്റ് വില. താരതമ്യേന വില കുറഞ്ഞിട്ടുണ്ടെങ്കിലും കോഴിയുടെ വരവ് കുറവാണെന്നാണ് വ്യാപാരികളുടെ പക്ഷം. പോത്തിറച്ചിക്കും പലയിടങ്ങളിലും വില വർദ്ധിച്ചിട്ടുണ്ട്. ആദ്യ കുർബാന സ്വീകരണം, പള്ളിപ്പെരുന്നാൾ, വിവാഹങ്ങൾ എന്നിവ അരങ്ങേറുന്ന സീസണായതിനാൽ മത്സ്യത്തിനും മാംസത്തിനും പൊതുവെ ഡിമാൻഡ് ഏറെയാണ്. ഇത് വിലക്കയറ്റത്തിന് കാരണമായി മാറിയിട്ടുണ്ട്. ചെറുമീനുകളുടെ ലഭ്യത കുറവും ട്രോളിംഗ് നിരോധനം ആസന്നമായതുമാണ് മത്സ്യവില വർദ്ധിക്കാൻ കാരണമായിട്ടുള്ളത്. ചാളയ്ക്ക് 100ഉം അയിലയ്ക്ക് 200 രൂപയാണെങ്കിൽ അറക്കയ്ക്ക് 600 മുതൽ 800 രൂപ വരെയാണ് വിപണി വില. മീനാകുമാരി കമ്മീഷന്റെ ശുപാർശയനുസരിച്ച് ജൂൺ 1 മുതൽ ജൂലൈ 31 വരെ സമ്പൂർണ്ണ ട്രോളിംഗ് നിരോധനമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് യാനങ്ങളിൽ മത്സ്യബന്ധനത്തിനുള്ള അനുമതി പോലും ഇത്തവണ നിഷേധിക്കപ്പെടുമെന്ന അവസ്ഥയാണ്. ഇതിനെതിരെ വ്യാപക പ്രതിഷേധവും ഉയർന്നിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമുള്ള സമ്പൂർണ്ണ ട്രോളിംഗ് നിരോധനം നിലവിൽ വരികയാണെങ്കിൽ മത്സ്യവില ഇനിയും ഉയരാനാണ് സാധ്യത. ടിസിവി ന്യൂസ്, തൃശൂർ. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. തിരികെ വാർത്തകളിലേക്ക്. ടെലിവിഷൻ പ്രോഗ്രാം പ്രൊമോഷൻ കൌൺസിലും ദുബായ് മീഡിയ ക്ലബ്ബും സംയുക്തമായി ഏർപ്പെടുത്തിയ 3ാമത് സംസ്ഥാന ടെലിവിഷൻ റേഡിയോ അവാർഡുകൾ തിരുവനന്തപുരത്ത് വിതരണം ചെയ്തു. മികച്ച റിപ്പോർട്ടിംഗിനുള്ള പ്രത്യേക ജൂറി പരാമർശത്തിന് അർഹനായ ടിസിവി റിപ്പോർട്ടർ ശ്രീകേഷ് വെള്ളാനിക്കര പുരസ്കാരം ഏറ്റുവാങ്ങി. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ മന്ത്രി വി എസ് ശിവകുമാർ ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം ശ്രീകേഷിന് സമ്മാനിച്ചു. മികച്ച സീരിയൽ, നടൻ, നടി, വിവിധ പരിപാടികൾ, പ്രോഗ്രാം അവതാരകർ തുടങ്ങിയവർക്കുള്ള പുരസ്കാരങ്ങളും ഇതോടൊപ്പം വിതരണം ചെയ്തു. ടെലിവിഷൻ പ്രോഗ്രാം പ്രൊമോഷൻ കൌൺസിൽ പ്രസിഡന്റ് സന്തോഷ് രാജശേഖരൻ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി പ്രദീപ് മല്ലത്തൂർ, ട്രഷറർ അഖിലേഷ്, ചലച്ചിത്രതാരം സംഗീത മോഹൻ, ബോബി ജോസഫ്, മധുസൂദനൻ മാവേലിക്കര തുടങ്ങിയവർ സംസാരിച്ചു. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ പ്രദർശനമായ ഹൊറൈസൺ എഡ്യൂക്കേഷൻ എക്സിബിഷനിൽ ഏവിയേഷൻ രംഗത്തെ സാധ്യതകൾ അവതരിപ്പിക്കുന്ന ഡ്രീം വിങ്സ് ട്രെയിനിംഗ് അക്കാദമി ഒരുക്കിയ പവലിയൻ ശ്രദ്ധേയമാകുന്നു. തൃശൂർ ശക്തൻ ബസ് സ്റ്റാൻഡിന് സമീപത്താണ് മലയാള മനോരമ സംഘടിപ്പിക്കുന്ന ഹൊറൈസൺ വിദ്യാഭ്യാസ പ്രദർശനം നടക്കുന്നത്. എഞ്ചിനീയറിംഗ്, മെഡിക്കൽ, നഴ്സിംഗ്, പാരാമെഡിക്കൽ, മാനേജ്മെന്റ് കോഴ്സുകൾ, ഏവിയേഷൻ, ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ തൊഴിൽ സാധ്യതകൾ എന്നിവ അവതരിപ്പിക്കുന്ന 100ഓളം സ്റ്റാളുകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും കോഴ്സുകളെയും പരിചയപ്പെടുത്തുന്ന പ്രദർശനത്തിൽ പ്രമുഖർ നയിക്കുന്ന സെമിനാറുകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. തൃശൂർ പൂങ്കുന്നം ഗുരുവായൂർ റോഡിൽ പ്രവർത്തിക്കുന്ന ഡ്രീം വിങ്സ് ട്രെയിനിംഗ് അക്കാദമിയുടെ പവലിയനിൽ ഏവിയേഷൻ, ഹോസ്പിറ്റാലിറ്റി രംഗത്തെ തൊഴിലവസരങ്ങളും പരിശീലന സാധ്യതകളും പരിചയപ്പെടുത്തുന്നു. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് പ്ലേസ്മെന്റോടുകൂടിയ കോഴ്സുകളും കിങ്ഫിഷർ ഏവിയേഷൻ സിലബസോടുകൂടിയ പരിശീലന പദ്ധതികളും ഡ്രീം വിങ്സ് അക്കാദമി പ്രദാനം ചെയ്യുന്നു. കോഴ്സിനെയും ഈ രംഗത്തെ സാധ്യതകളെയും കുറിച്ചുള്ള ഗൈഡൻസ് നൽകുന്നതോടൊപ്പം സ്പോട്ട് രജിസ്ട്രേഷൻ സൌകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത പവലിയനുകളോടുകൂടിയുള്ള ഹൊറൈസൺ വിദ്യാഭ്യാസ പ്രദർശനത്തിൽ പ്രവേശനം സൌജന്യമാണ്. പ്രദർശനം തിങ്കളാഴ്ച സമാപിക്കും. തൃശൂരിന്റെ സംഗീതപ്പെരുമ ലോകം മുഴുവനുമുള്ള സംഗീതാസ്വാദകർക്കായി പകരുകയാണ് തൃശൂർ ബ്രദേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന സഹോദരങ്ങൾ. കർണാടക സംഗീത ലോകത്തെ തൃശൂരിന്റെ ബ്രാൻഡ് അംബാസഡർമാരായി മുന്നേറുകയാണ് ഈ കലാകാരന്മാർ. തൃശൂരിൽ നിന്നും ചെന്നൈയിലെത്തി കർണാടക സംഗീത ലോകത്ത് സ്വന്തമായൊരു ഇടം കണ്ടെത്തിയ കലാകാരന്മാരാണ് ശ്രീകൃഷ്ണ മോഹൻ, രാംകുമാർ മോഹൻ എന്നീ സഹോദരങ്ങൾ. പൂങ്കുന്നം പുഷ്പഗിരി സീതാരാമസ്വാമി ക്ഷേത്രത്തിൽ അരങ്ങേറുന്ന വസന്തോത്സവം എന്ന നൃത്ത സംഗീതോത്സവത്തിൽ കർണാടക സംഗീതം അവതരിപ്പിക്കാനെത്തിയതാണിവർ.
സംഗീതം പഠിച്ച ബാല്യം ചിലവഴിച്ച ഇടത്തേക്ക് മടങ്ങിയെത്താനും സംഗീതാവതരണം നടത്താനും കഴിയുന്നത് സന്തോഷം പകരുന്ന അനുഭവമാണെന്ന് ഇവർ പറയുന്നു. ഇപ്പൊ ചെന്നൈയിലാണ്. ഇപ്പോ തൃശ്ശൂരിൽ തിരിച്ചു വരുന്നത് വേറെ കുറെ കോൺസേർട്സിന് വരാണെങ്കിലും നമ്മുടെ ശ്രീരാമസ്വാമി അമ്പലത്തില് ഞങ്ങൾ വളർന്ന അടുത്ത് വന്ന് പാടുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഭയങ്കര ഒരു സ്പെഷ്യൽ ഒരു ഫീലിംഗ് ആണ്. ഇനിയും വലിയ ലെവലിലാണ് ഇപ്പോ വസന്തോത്സവം നടന്നു വരുന്നത്. ഒരു 3 വർഷം മുമ്പ് ഇവിടെ വന്ന് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം വരുമ്പോഴും ഞങ്ങൾക്ക് ഇവിടെ പാടുന്നത് തന്നെ നമ്മുടെ അമ്പലത്ത് വന്ന് പാടുക എന്ന് പറയുന്നത് തന്നെ ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് അറ്റ്മോസ്ഫിയർ ആണ്. ഫ്യൂഷൻ മ്യൂസിക്കിന്റെ സാധ്യതകൾ പരീക്ഷിക്കുന്ന അനുഭൂതി എന്ന ബാൻഡ് രൂപീകരിച്ചിട്ടുണ്ടെന്നും ഏതാനും മാസങ്ങൾക്കകം ഈ ബാൻഡിന്റെ ആദ്യ മ്യൂസിക് ആൽബം പുറത്തിറങ്ങുമെന്നും ഇവർ വ്യക്തമാക്കി. റീസെന്റ്ലി വി ഹാവ് ഗോട്ട് ദിസ് ബാൻഡ്, ഇറ്റ്സ് കോൾഡ് അനുഭൂതി. അപ്പോൾ അതിൽ നമ്മൾ ഫ്രം ഡിഫറെന്റ് പാർട്സ് ഓഫ് ദി വേൾഡ് കുറേ മ്യൂസീഷ്യൻസ് ഒക്കെ ഇൻവോൾവ് ചെയ്തിട്ട് നമ്മുടെ കർണാട്ടിക് മ്യൂസിക് അറ്റ് ദ സെയിം ടൈം വേറെ ജോണേഴ്സിലുള്ള മ്യൂസിക്, അതായത് ഈവൻ ഇപ്പോൾ കുട്ടനാടൻ പുഞ്ചയിലെ അത് അങ്ങനത്തെ പാട്ടുകളും നമ്മൾ എടുത്തിട്ടത് ഒരു കർണാട്ടിക് സ്റ്റൈലിൽ അത് അപ്രോച്ച് ചെയ്തിട്ട് ഒരു ഫ്യൂഷന്റെ ഒരു എന്താ പറയുക ആ ഒരു ഫീൽ കൊടുക്കാൻ നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. സോ അതിലിപ്പോൾ പറഞ്ഞ മാതിരി തന്നെ വെസ്റ്റേൺ, ഫോക്ക്, ലിറ്റിൽ ബിറ്റ് ഓഫ് റോക്ക് ആൻഡ് ജാസ് ഇതൊക്കെ നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചാർട്ടേഡ് അക്കൌണ്ടന്റായി തൃശൂരിൽ നിന്നും ചെന്നൈയിലെത്തിയ ഈ സഹോദരങ്ങൾ സംഗീതത്തിനായി ജോലി ഉപേക്ഷിക്കുകയായിരുന്നു. അമേരിക്കയിലും കെനിയയിലും ന്യൂസിലൻഡിലുമെല്ലാം കർണാടക സംഗീത കച്ചേരികൾ അവതരിപ്പിക്കാനുള്ള യാത്രയ്ക്കിടയിലാണിവർ ജന്മനാട്ടിൽ സംഗീത അവതരണത്തിനായി വന്നെത്തിയത്. പോകുന്ന ഇടങ്ങളിലെല്ലാം തൃശൂർ എന്ന നാടിന്റെ സംഗീത പാരമ്പര്യം ട്രിച്ചൂർ ബ്രദേഴ്സ് എന്ന പേരുകൊണ്ട് നിശബ്ദം വിളംബരം ചെയ്തുകൊണ്ടാണ് ഇവരുടെ സംഗീതയാത്ര. TCV ന്യൂസ്, തൃശൂർ. ആസ്വാദകരിൽ കലാവസന്തം ചൊരിഞ്ഞ് പൂങ്കുന്നം പുഷ്പഗിരി ശ്രീ സീതാരാമസ്വാമി ക്ഷേത്രത്തിൽ വസന്തോത്സവം എന്ന നൃത്ത സംഗീതോത്സവത്തിന് തുടക്കമായി. 9 നാൾ പ്രഗത്ഭ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന സംഗീത നൃത്ത പരിപാടികളാൽ പുഷ്പഗിരി ആഘോഷത്തിമിർപ്പിലാകും. CN ജയദേവൻ MP വസന്തോത്സവം 2015ന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ MLA അധ്യക്ഷനായിരുന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MP ഭാസ്കരൻ നായർ, ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ TV ചന്ദ്രമോഹൻ, വസന്തോത്സവ കമ്മിറ്റി ചെയർമാൻ TS അനന്തരാമൻ, ചീഫ് കോർഡിനേറ്ററും കല്യാൺ സിൽക്സ് മാനേജിംഗ് ഡയറക്ടറും ചെയർമാനുമായ TS പട്ടാഭിരാമൻ, ക്ഷേത്രം മാനേജിംഗ് കമ്മിറ്റി അംഗവും കല്യാൺ ജ്വല്ലേഴ്സ് മാനേജിംഗ് ഡയറക്ടറും ചെയർമാനുമായ TS കല്യാണരാമൻ, കോഓർഡിനേറ്റർമാരായ D മൂർത്തി, TS വിശ്വനാഥ് അയ്യർ, KMS മണി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ TR രാജഗോപാൽ, TA ബാലരാമൻ, TS രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വസന്തോത്സവ നഗറിൽ സംഗീത നിറവസന്തം പെയ്യിച്ച് തൃശൂർ ബ്രദേഴ്സ് എന്നറിയപ്പെടുന്ന ശ്രീകൃഷ്ണ മോഹൻ, രാംകുമാർ മോഹൻ എന്നിവരുടെ സംഗീത കച്ചേരി അരങ്ങേറി. തിങ്കളാഴ്ച വൈകിട്ട് 6:30 ബോംബെ ജയശ്രീ സംഗീത കച്ചേരി അവതരിപ്പിക്കും. ഈ മാസം 18 വസന്തോത്സവം സമാപിക്കും. കല്യാൺ ജ്വല്ലേഴ്സും കല്യാൺ സിൽക്സുമാണ് വസന്തോത്സവം സ്പോൺസർ ചെയ്തിരിക്കുന്നത്. പുതുക്കാട് കുറുമാലിയിൽ കാറിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. നെടുമ്പാൾ കുറുപ്പത്ത് ദാസന്റെ മകൻ 28 വയസ്സുള്ള കണ്ണനാണ് മരിച്ചത്. ഞായറാഴ്ച രാവിലെ 9:30 യോടെ യു-ടേണിൽ വെച്ചായിരുന്നു അപകടം. ബൈക്കിൽ നിന്ന് തെറിച്ചുവീണ് റോഡിൽ കിടന്നിരുന്ന കണ്ണനെ പുതുക്കാട് നിന്നെത്തിയ പോലീസ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ഉച്ചയോടെ മരിച്ചു. തൃശൂർ ജില്ലയിലെ 200-ൽ പരം ഓട്ടുകമ്പനികളിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ മിനിമം കൂലി നേടിയെടുക്കുന്നതിനായി നടത്തിവരുന്ന സമരം ഒത്തുതീർപ്പാക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് CPI ജില്ലാ എക്സിക്യൂട്ടീവ് യോഗം ആവശ്യപ്പെട്ടു. ഏപ്രിൽ 23 മുതൽ തൊഴിലാളികളും കേന്ദ്ര ട്രേഡ് യൂണിയൻ സംഘടനകളുടെ സംയുക്ത നേതൃത്വത്തിൽ നടത്തിവരുന്ന സമരം ഒത്തുതീർപ്പാക്കാൻ തൊഴിൽ വകുപ്പ് മന്ത്രി ഇടപെടണം. സമരം ഒത്തുതീർപ്പാക്കാൻ സർക്കാർ തലത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. VS പ്രിൻസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ CN ജയദേവൻ MP, ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, K രാജൻ എന്നിവർ സംസാരിച്ചു. ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സിന്റെയും NNF കേരളയുടെയും ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിന്റെയും ആഭിമുഖ്യത്തിൽ ദക്ഷിണേന്ത്യയിലെ നവജാത ശിശു വിദഗ്ധരുടെ ത്രിദിന ശില്പശാല നടന്നു. ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത് ശില്പശാല ഉദ്ഘാടനം ചെയ്തു. IAP നാഷണൽ പ്രസിഡന്റ് ഡോക്ടർ SS കമത്ത് മുഖ്യാതിഥിയായിരുന്നു. ഇന്ത്യയിൽ ഒരു വർഷം ഏകദേശം 32 ലക്ഷം കുട്ടികളെ പ്രായമെത്താതെ പ്രസവിക്കുന്നു. ഏതാനും വർഷം മുൻപുവരെ ഇതിൽ 50% കുട്ടികളും മരിച്ചിരുന്നു. ഇന്ന് ഇത്തരത്തിലുള്ള മരണനിരക്ക് ഗണ്യമായി കുറയ്ക്കാൻ സാധിച്ചുവെന്നും സമ്മേളനം വിലയിരുത്തി. ദക്ഷിണേന്ത്യയിൽ നിന്ന് 200ഓളം ഡോക്ടർമാർ പങ്കെടുത്ത ഈ ശില്പശാലയ്ക്ക് ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരായ VC മനോജ്, വിനോദ് ജേക്കബ് ചെറിയാൻ, സഞ്ജീവ് കുമാർ, IAP കേരള സെക്രട്ടറി ഡോക്ടർ ഷിമ്മി പൌലോസ് എന്നിവർ നേതൃത്വം നൽകി. മഞ്ഞപ്പിത്തം ബാധിച്ച് 62കാരൻ മരിച്ചു. മണലൂർ പടിഞ്ഞാറ് ലക്ഷം വീട് കോളനിയിൽ ചേന്ദമംഗലത്ത് മണിയാണ് മരിച്ചത്. പനിയെ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഞായറാഴ്ച രാവിലെയാണ് മരിച്ചത്. ഇനി കാഴ്ചവട്ടം.
ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ LLM പരീക്ഷയിൽ കോപ്പിയടിച്ച് സ്തുത്യർഹ സേവനം നടത്തിയതിന്റെയും സർക്കാർ ഉദ്യോഗസ്ഥൻ ഡ്യൂട്ടി സമയത്ത് ഓഫീസിൽ മദ്യപിച്ച് പൂസായി സ്തുത്യർഹ സേവനം നടത്തിയതിന്റെയും വീരകഥകൾ കേട്ട് തൃശൂർക്കാർ അന്തം വിട്ട ആഴ്ചയാണ് കടന്നുപോയത്. ഉത്തരവാദിത്തങ്ങൾ കാറ്റിൽ പറത്തി തലമറന്നെണ്ണ തേക്കുന്നവരുടെ വിചിത്ര കാഴ്ചകളിലേക്ക്. തൃശൂർ റേഞ്ച് പോലീസ് IG TJ ജോസ് കളമശ്ശേരി സെന്റ് പോൾസ് കോളേജിൽ നടന്ന 2ാം വർഷ കോൺസ്റ്റിറ്റ്യൂഷൻ ലോ LLM പരീക്ഷയിൽ കോപ്പിയടിച്ചെന്ന ആരോപണം തൃശൂർക്കാർക്ക് മാത്രമല്ല പോലീസിനു തന്നെ മൊത്തം ഒരു നാറ്റക്കേസ്. കോപ്പിയടിക്കാരെയും പോക്കറ്റടിക്കാരെയും അടിച്ചു മാറ്റുന്നവരെയും പിടിക്കാൻ ചുമതലയുള്ള ഓഫീസറാണ് IG. പക്ഷേ സ്വന്തം കാര്യം വന്നപ്പോൾ ഒരു പ്രലോഭനത്തിൽ പെട്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ. കോപ്പിയടി സ്ഥിരീകരിച്ചത് വൈസ് ചാൻസലർ ഡോക്ടർ ബാബു സെബാസ്റ്റ്യനാണ്. ഇന്റലിജൻസും ഡെപ്യൂട്ടി രജിസ്ട്രാറും കോപ്പിയടിച്ചത് സ്ഥിരീകരിച്ചു. ഇപ്പോൾ IG നിർബന്ധ അവധിയിലാണ്. കഴിഞ്ഞ വർഷം കോപ്പിയടിച്ചപ്പോൾ ഒരു താക്കീത് കിട്ടിയിരുന്നു. ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന് ഇനി എന്തിനാണ് ഒരു LLM എന്ന് ചോദിച്ചേക്കാം. പ്രമോഷനിലാണ് കണ്ണ്. എന്തായാലും താൻ കോപ്പി അടിച്ചിട്ടില്ലെന്നാണ് IG ജോസ് ഇപ്പോഴും പറയുന്നത്. പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ വേഗം പോന്നു, അത്ര തന്നെ. സോളാർ സരിതയുമായി മന്ത്രിമാർ ഫോണിൽ വിളിച്ചതിന്റെ രേഖകൾ ചോർന്നപ്പോൾ ക്രൈം റെക്കോർഡ് IG ആയിരുന്നു TJ ജോസ്. അന്ന് ജോസ് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. എന്തായാലും മന്ത്രിമാരുടെ പഞ്ചാരയടി പുറത്തു കൊണ്ടുവന്നത് അസലായി. അത് ചെയ്തത് ജോസാണെങ്കിൽ നന്നായി. നീതിബോധമുള്ളവനാണ്. പക്ഷെ കോപ്പിയടി അല്പം നാണക്കേടായിപ്പോയി. പഠിച്ച് പരീക്ഷ എഴുതാൻ കഴിവുള്ളയാളാണ് TJ ജോസ്. തിരുവനന്തപുരം പ്രസ് ക്ലബിൽ നിന്ന് ജേർണലിസം കോഴ്സ് വരെ പഠിച്ച് കോപ്പി അടിക്കാതെ ജയിച്ചിട്ടുണ്ട്. ഇപ്പോൾ കോഴക്കേസുകൾ കൂടിയപ്പോൾ പഠിക്കാൻ നേരം കിട്ടിക്കാണില്ല. എല്ലാ മന്ത്രിമാർക്കെതിരെയും ആരോപണമാണല്ലോ. ആരാരും അത്ര പുണ്യവാന്മാരും ഒന്നുമല്ല. ഏതെങ്കിലും ഞാഞ്ഞൂൾ തന്റെ കയ്യിൽ തെളിവുണ്ടെന്ന് പറഞ്ഞാൽ പോലീസിന് തന്നെ പണി. ഒന്നുകിൽ ഒതുക്കണം, അല്ലെങ്കിൽ പിടിക്കണം. മന്ത്രിമാർ ഇട്ടി ഓടിക്കുകയാണ്. പിന്നെങ്ങനെ പഠിക്കാൻ നേരം? 100% സത്യസന്ധരായാലും പോലീസിന് രക്ഷയൊന്നുമില്ല. അത് വേറെ കാര്യം. മാണിയുടെ കോഴ അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കാറായപ്പോഴേക്കും വിജിലൻസ് ADGP ജേക്കബ് തോമസിന്റെ ഗതി നാം കണ്ടതാണ്. അദ്ദേഹം ഇപ്പോൾ എവിടെയാണെന്ന് പോലും അറിയില്ല. സത്യസന്ധതയുടെ ആൾരൂപമാണ് ആ സത്യക്രിസ്ത്യാനിയായ ജേക്കബ് തോമസ് എന്ന വിജിലൻസ് ഉദ്യോഗസ്ഥൻ. പറഞ്ഞിട്ട് എന്ത് കാര്യം? കുരിശിലേറ്റും നമ്മുടെ രാഷ്ട്രീയക്കാർ. കൊല്ലം സ്വദേശി 55-കാരൻ ശ്രീകുമാറിന്റെ ലീലാവിലാസത്തിലേക്ക് ഇനി വരാം. തൃശൂരിൽ റവന്യൂ റിക്കവറി തഹസിൽദാറാണ്. റവന്യൂ പിടിച്ചു വാങ്ങുന്നവനാണെന്ന് സാരം. രാവിലെ പരപരാന്ന് വെളുത്തു കഴിഞ്ഞതേ ഉള്ളൂ. തന്റെ ഓഫീസിൽ തഹസിൽദാർ മദ്യപിച്ച് ലക്കുകെട്ട് കുഴഞ്ഞാടിയിരിക്കുന്നു. പാണഞ്ചേരി പഞ്ചായത്ത് ഓഫീസിൽ വരണാധികാരിയായി രാവിലെ 11-ന് എത്തേണ്ട ഏമാനാണ്. മേപ്പോട്ട് നോക്കുമ്പോ ഭൂമി, കീപ്പോട്ട് നോക്കുമ്പോ മാനം എന്ന മട്ടിലിരിക്കുന്നത്. കളക്ടറുടെ നിർദ്ദേശപ്രകാരം ശ്രീകുമാർ അറസ്റ്റിലായി. ഓഫീസിൽ പണിയൊന്നുമില്ലാഞ്ഞിട്ടല്ല ഈ കുടിയെന്നോർക്കണം. ഫയലൊക്കെ തീർക്കാൻ മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടി ഉണ്ടല്ലോ. പിന്നെ മുഴുത്ത ശമ്പളവും. അപ്പോൾ കുടി തന്നെ കുടി. ഇത് ഒരു ശ്രീകുമാർ മാത്രമല്ല, പലരും പൂസായി തന്നെയാണ് ഓഫീസിലെത്തുന്നത്. ഇക്കാര്യം അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഈയിടെ മദ്യപിച്ചു വരുന്നവരെ ശിക്ഷിക്കാൻ ചീഫ് സെക്രട്ടറി ഉത്തരവിറക്കി പോലീസിനെ ഊതാൻ നിർത്തിയിരിക്കുന്നത്. തൃശൂരിൽ സർക്കാർ ഓഫീസുകൾക്കരികിൽ ഒരു ബാറുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് അവിടുത്തെ തിരക്കൊന്നു കാണണം. സർക്കാർ ഓഫീസിലെ ഏമാന്മാരാണ്. പിന്നെങ്ങനെ ഫയൽ നീങ്ങും? ഏമാന്മാരെ നീക്കാൻ തന്നെ വേറെ വല്ലവരും വേണം. ശമ്പളം കൂടുന്നതിന്റെ ഒരു തകരാറാണ് ഈ പകൽക്കുടി. പിന്നെ സർക്കാർ ജോലിയാകുമ്പോൾ പണിയെടുക്കണ്ട എന്നാണ് ചൊല്ല്. എന്തായാലും കോപ്പിയടിയും വെള്ളമടിയും തൃശൂർക്കാർക്ക് തൃശൂർ പൂരം പോലെ താളമിടാൻ പറ്റിയ അരങ്ങേറ്റമായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അനുബന്ധം: ഡൽഹി ഭരിക്കുന്ന ആം ആദ്മി പാർട്ടി സർക്കാരിൽ നിയമമന്ത്രിയാണ് ജിതേന്ദ്ര സിംഗ് തോമാർ. തോമാറിന്റെ BSc LLB ഡിഗ്രികൾ വ്യാജമാണെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. നിയമമന്ത്രി തോമാറിന് വ്യാജ LLB. തോമാർ ഇപ്പോഴാണ് ശരിക്കും ആപ്പിലായത്. എന്റെ തോമാർ പുണ്യവാള, ഡൽഹിയിലെ പോലെ ഇവിടെയും എത്ര പേരാണ് ആവോ ഇനി ആപ്പിലാവാനിരിക്കുന്നത്. ശുഭം. അരണാട്ടുകര ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ ഉദ്യോഗാർത്ഥി സത്സംഗമം അയ്യന്തോൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. CN ജയദേവൻ MP ഉദ്ഘാടനം ചെയ്തു. തേറമ്പിൽ രാമകൃഷ്ണൻ MLA, MV ജോസ്, സെക്രട്ടറി സത്യൻ ലാലൂർ, KN ഹരി,
അനിൽ വടക്കൻ, കോർപ്പറേഷൻ കൌൺസിലർ ഫ്രാൻസിസ് ചാലിശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുത്ത സുനിൽ ലാലൂരിനെ ചടങ്ങിൽ ആദരിച്ചു. പഴങ്ങളിലും പച്ചക്കറികളിലും ഉപയോഗിക്കുന്ന കീടനാശിനികൾ പുരുഷവന്ധ്യതയ്ക്ക് കാരണമാകുന്നുവെന്ന് പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ സെറീന ഗിൽവാസ് അഭിപ്രായപ്പെട്ടു. പഴം സംസ്കരണത്തിന് ഉപയോഗിക്കുന്ന കീടനാശിനികൾ പുരുഷ ബീജത്തെ ബാധിക്കുന്നതായും അവർ പറഞ്ഞു. മാതൃദിനത്തോടനുബന്ധിച്ച് ഏങ്ങണ്ടിയൂർ MI ആശുപത്രിയിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. സിസ്റ്റർ ഡോക്ടർ മെർലി അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് മേധാവി ഡോക്ടർ KK പ്രവീൺലാൽ, ഡോക്ടർ സുലോചന മദൻ മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പ് തൃശൂർ അക്വാട്ടിക് കോംപ്ലക്സിൽ സംഘടിപ്പിച്ചു. ജില്ലാ ഫെൻസിംഗ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ചാമ്പ്യൻഷിപ്പ് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ PA മുഹമ്മദ് ആരിഫ് ഉദ്ഘാടനം ചെയ്തു. മുൻ MLA രാജാജി മാത്യു തോമസ്, അസോസിയേഷൻ പ്രസിഡന്റ് VV ശശികുമാർ, MN നാരായണൻകുട്ടി, CK ശങ്കരനാരായണൻ, PP രവീന്ദ്രൻ, VV മോഹൻകുമാർ, CJ മാർട്ടിൻ എന്നിവർ പങ്കെടുത്തു. മിനി, സബ് ജൂനിയർ, ജൂനിയർ, കാഡറ്റ് എന്നീ കാറ്റഗറികളിലായി 100ഓളം കായിക താരങ്ങൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു. ജൈനമത സംസ്കാരത്തിന്റെയും ജൈനക്ഷേത്രത്തിന്റെയും ചരിത്രശേഷിപ്പുകൾ തേടിയുള്ള മതിലകം ഇലവഞ്ചിക്കുളത്തെ പുരാവസ്തു വകുപ്പിന്റെ ഉദ്ഖനനം തുടരുന്നു. കഴിഞ്ഞ 3 ദിവസമായി തുടരുന്ന ഖനനത്തിൽ ഗവേഷകരുടെ നിഗമനത്തിലേക്ക് വെളിച്ചം വീശുന്ന തെളിവുകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഒരു കാലത്ത് മധ്യേഷ്യയും റോമുമായി സാംസ്കാരിക വിനിമയമുണ്ടായിരുന്ന സംഘകാല തമിഴകത്തെ പുരാതന മുസ്രീസ് തുറമുഖ പട്ടണത്തിന്റെ പ്രാന്തപ്രദേശമായിരുന്നു ഇവിടമെന്നും പ്രമുഖ ജൈന കേന്ദ്രമായിരുന്നു ഇതെന്നുമാണ് ഗവേഷകർ കണ്ടെത്തിയിട്ടുള്ളത്. ഇലവഞ്ചിക്കുളത്തെ 2 ഇടങ്ങളിലായാണ് ഇപ്പോൾ ഖനനം നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഖനനത്തിൽ പുരാതന ക്ഷേത്രങ്ങളുടേതെന്ന് തോന്നിപ്പിക്കുന്ന കെട്ടിടാവശിഷ്ടങ്ങളും ചെമ്പിന്റെ ആണി, മുത്ത്, എല്ല്, മൺപാത്രത്തിന്റെ അവശിഷ്ടം എന്നിവയുമാണ് ഖനനത്തിൽ കണ്ടെത്തിയത്. ഇവയെല്ലാം പുരാതന കാലത്തെയാണ് എന്നാണ് പ്രാഥമിക നിഗമനമെന്നും കണ്ടെടുത്തവ ശാസ്ത്രീയമായി പരിശോധിക്കുമെന്നും VS സുനിൽകുമാർ MLA പറഞ്ഞു. ഖനനത്തിനായി 1 ഏക്കറോളം വരുന്ന ഇലവഞ്ചിക്കുളം കഴിഞ്ഞ ദിവസങ്ങളായി വറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായും ചെളി മാറ്റിയ ശേഷം ഇവിടെയും ഖനനം നടത്തും. കുളത്തിനോട് ചേർന്നുണ്ടായിരുന്നുവെന്ന് ചരിത്ര ഗവേഷകർ അനുമാനിക്കുന്ന ഗുഹാമുഖവും കുളത്തിലെ കിണറും കണ്ടെത്തുകയാണ് ലക്ഷ്യം. തമിഴ് പഞ്ചമഹാകൃതികളിൽ ഒന്നായ ചിലപ്പതികാരം ഇളങ്കോവടികൾ രചിച്ചത് തൃക്കണാമതിലകം എന്നറിയപ്പെട്ടിരുന്ന ഇന്നത്തെ മതിലകത്തെ ഇലവഞ്ചിക്കുളത്തിനടുത്തുള്ള ജൈന സന്യാസി മഠത്തിൽ താമസിച്ചുകൊണ്ടാണെന്നാണ് കരുതുന്നത്. 2010 മുതൽ കോട്ടപ്പുറം കോട്ടയിൽ 3 വർഷം തുടർച്ചയായി നടത്തിയ ഉദ്ഖനനത്തിൽ ലഭിച്ച വിവരങ്ങളുടെയും പഠനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് പരിസര പ്രദേശങ്ങളിലേക്ക് കൂടി ഉദ്ഖനനം വ്യാപിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി മതിലകത്ത് പുരാവസ്തു വകുപ്പ് നടത്തിയ ഉപരിതല പരിശോധനയിൽ ഇവിടെ നിന്ന് വട്ടെഴുത്തുള്ള ശിലാലിഖിതം കണ്ടെടുത്തിരുന്നു. ഇതിന്റെ റിപ്പോർട്ട് സമർപ്പിച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥലങ്ങളിൽ ഉദ്ഖനനം നടത്താൻ തീരുമാനിച്ചത്. 1972 പരിസര പ്രദേശങ്ങളിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഉദ്ഖനനം നടത്തിയിരുന്നുവെങ്കിലും റിപ്പോർട്ടുകൾ നൽകിയതല്ലാതെ തുടർ നടപടികളൊന്നും ഉണ്ടായില്ല. 43 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ വീണ്ടും ഉദ്ഖനനം നടക്കുന്നത്. പുരാവസ്തു വകുപ്പ് എക്സ്കവേഷൻ അസിസ്റ്റന്റ് B മോഹനചന്ദ്രന്റെ നേതൃത്വത്തിലാണ് ഖനനം നടന്നുകൊണ്ടിരിക്കുന്നത്. ചരിത്രശേഷിപ്പുകളുടെ നിലവറയെന്ന് കരുതുന്ന ഇലവഞ്ചിക്കുളത്തെ 1 ഏക്കറോളം വരുന്ന കുളം സംരക്ഷിത ചരിത്ര സ്മാരകമാക്കുമെന്നും കുളം പുരാതന രീതിയിൽ കല്ലുകെട്ടി സംരക്ഷിക്കുമെന്നും VS സുനിൽകുമാർ MLA പറഞ്ഞു. TCV ന്യൂസ് കയ്പമംഗലം. വടക്കാഞ്ചേരി പാർലേക്കാട് ബൈപ്പാസിൽ ഓട്ടോയിൽ കാറിടിച്ച് 6 പേർക്ക് പരിക്കേറ്റു. ചേലക്കര കിളിമംഗലം സ്വദേശി ചാത്തൻകൂട്ടിൽ സുലൈമാൻ, നബീസ, സുബൈദ, ഷഹന, സിനാൻ, സുഹൈൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ മുളകുന്നത്താവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ തൃശൂരിലേക്ക് പോയിരുന്ന കുടുംബമാണ് ഓട്ടോയിൽ ഉണ്ടായിരുന്നത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. വാർത്തകൾ തുടരാം. തൃശൂർ കിഴക്കേക്കോട്ട ഫാത്തിമ നഗറിൽ പ്രവർത്തനരഹിതമായ ഹോട്ടലിന് തീപിടിച്ചത് പരിഭ്രാന്തി സൃഷ്ടിച്ചു. ഞായറാഴ്ച വൈകിട്ട് 6:30യോടെയായിരുന്നു സംഭവം. പ്രവർത്തനം നിർത്തിയ ടോണിക്കോ കഫേ എന്ന സ്ഥാപനത്തിലെ മേൽക്കൂരയ്ക്കാണ് തീപിടിച്ചത്. ഓലയും ഫ്ലക്സും അടങ്ങുന്ന മേൽക്കൂര പൂർണ്ണമായും കത്തിനശിച്ചു. ഫയർഫോഴ്സും പോലീസും എത്തി തീയണയ്ക്കുകയായിരുന്നു. അടിപിടി കേസിൽ ഒളിവിലായിരുന്ന പ്രതിയെ പീച്ചി പോലീസ് അറസ്റ്റ് ചെയ്തു. മുളയം സ്വദേശി കുണ്ടുപാറയിൽ അജീഷിനെയാണ് SI വർഗീസിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. നോവലിസ്റ്റ് E ഹരികുമാർ രചിച്ച കൃതികളുടെ സമ്പൂർണ്ണ സമാഹാരത്തിന്റെ പ്രകാശനം നടന്നു. പാറമേക്കാവ് അഗ്രശാല ഹാളിൽ നടന്ന ചടങ്ങിൽ മഹാകവി ഇടശ്ശേരിയുടെ മകൾ ഗിരിജ രാധാകൃഷ്ണന് നൽകി 12 വയസ്സുകാരി ഗോപിക കുമാരൻ പുസ്തകം പ്രകാശനം ചെയ്തു. ഇതോടനുബന്ധിച്ച് ഹരികുമാറിന്റെ പുസ്തകങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും നടന്നു.
തൃശൂർ വിമൻസ് അക്കാദമിയിലെ വിദ്യാർത്ഥികൾ ലോക മാതൃദിനത്തിൽ തൃശൂർ മെഡിക്കൽ കോളേജിലെ നവജാത ശിശുക്കൾക്ക് മാതൃസ്നേഹത്തിന്റെ സൂചകമായി കിറ്റുകൾ സമ്മാനിച്ചു. ഉടുപ്പും കരിവളയും പൌഡറും തുടങ്ങി നിരവധി സാധനങ്ങളടങ്ങിയ കിറ്റാണ് വിദ്യാർത്ഥികൾ മാതൃസ്നേഹത്തിന്റെ ഓർമ്മയ്ക്കായി നൽകിയത്. മാതൃദിനത്തിൽ അമ്മമാർക്കുള്ള സ്നേഹോപഹാരമായാണ് കിറ്റുകൾ വിതരണം ചെയ്തതെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. അമ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും ഒരു പേറ്റുനോവിന്റെയും അടയാളമാണ്. ഇന്ന് ജനിക്കുന്ന ഞങ്ങളുടെ പിഞ്ചോമനകൾക്ക്, പുതിയൊരു തലമുറയ്ക്ക് ഞങ്ങളുടെ ഈ സ്നേഹോപകാരം സമർപ്പിക്കുന്നു. തൃശൂർ വിമൻസ് അക്കാദമി നടത്തുന്ന വിവിധ ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചു. PSC അംഗീകാരമുള്ള ഈ കോഴ്സുകളെക്കുറിച്ച് അറിയുന്നതിനും പ്രവേശനത്തിനും ബന്ധപ്പെടുക വിമൻസ് അക്കാദമി ഓഫ് ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് ഗാർമെന്റ്സ് ടെക്നോളജി. ഫോൺ 9847449977 048723333980. ഇനി വാണിജ്യം. കേരളത്തിലെ ഏറ്റവും വലിയ ഇന്നർവെയർ ആൻഡ് കിഡ്സ് വെയർ ഷോറൂമായ ഹിസൻ ഹേഴ്സിന്റെ മൂന്നാമത് ഷോറൂം തൃശൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. കിഴക്കേക്കോട്ടയ്ക്ക് സമീപം ഇക്കണ്ടവാര്യ റോഡിൽ പ്രവർത്തനം ആരംഭിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ MLA നിർവഹിച്ചു. ഷോറൂം പാർട്ണർമാരായ ഡാനിയൽ ജോൺ വില്യംസ്, ആന്റണി പാലത്തിങ്കൽ, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. 3 നിലകളായി ഒരുക്കിയിരിക്കുന്ന ഷോറൂമിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കുമായി പ്രത്യേകം ബ്രാൻഡഡ് ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ഇന്നർ വെയർ, സ്പോർട്സ് വെയർ, മെറ്റേണിറ്റി വെയർ, നൈറ്റ് വെയർ എന്നിവ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ കിഡ്സിനും ന്യൂബോൺ ബേബീസിനുമായി ടോയ്സ് ആൻഡ് ആക്സസറീസ് വിഭാഗവും ഒരുക്കിയിട്ടുണ്ട്. തൃശൂർ ചെമ്പുകാവിലും ശങ്കരായ റോഡിലുമുള്ള ഹിസ് ആൻഡ് ഹേഴ്സ് സഹോദര സ്ഥാപനങ്ങളാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0487238962. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാംദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. അവധിക്കാല സ്പെഷ്യൽ ട്രെയിനുകൾ അപര്യാപ്തം. ദീർഘദൂര ട്രെയിൻ ടിക്കറ്റുകൾ ലഭിക്കാതെ യാത്രക്കാർ ദുരിതത്തിൽ. ഫ്ലക്സ് ബോർഡുകൾക്കും പെരുമാറ്റച്ചട്ടം വേണമെന്ന ആവശ്യം ശക്തം. ബോർഡ് വെക്കുന്നവർ തന്നെ ആവശ്യം കഴിഞ്ഞാൽ ഇവ നീക്കം ചെയ്യണമെന്ന വ്യവസ്ഥ സർക്കാർ തന്നെ കാറ്റിൽ പറത്തുകയാണെന്ന് ആക്ഷേപം. പാലിയേക്കര ടോൾ പ്ലാസയിൽ വീണ്ടും കരാർ ലംഘനം പതിവായി. ഡിവൈഎസ്പിയുടെ നിർദ്ദേശങ്ങൾ ടോൾ കമ്പനി അധികൃതർ അവഗണിക്കുന്നു. കോഴിക്ക് പുറമെ മത്സ്യവിപണിയിലും വിലക്കയറ്റം. മത്സ്യത്തിന്റെയും കോഴിയുടെയും വരവ് കുറഞ്ഞതും ആവശ്യങ്ങൾ വർദ്ധിച്ചതുമാണ് വിലക്കയറ്റത്തിന് കാരണം. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ഗ്രാമവാർത്തകൾ. നമസ്കാരം.